നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇരിക്കൂ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സാ. ബിസിനസ് ടൂറിലോ മറ്റോ ആണോ? അല്ല, മോള് 2 ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നു. എന്നാൽ ഒട്ടും വൈകണ്ട, ഉടനെ വിളിച്ചോളൂ. ഒരു അച്ഛനാവാൻ പോകുന്നുണ്ട്. ഡോക്ടർ. യെസ്, യു ആർ പ്രഗ്നന്റ്. എന്താ, തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? സ്വാതിയുടെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. പ്രഗ്നൻസി ടെസ്റ്റിൽ റിസൾട്ട് പോസിറ്റീവായിരുന്നു. സന്തോഷമായി ഡോക്ടർ. എന്താ സ്വാതിയുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? അതവർക്ക് ചില പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ലുക്ക് സ്വാതി, നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു കുഞ്ഞ്. അത് ദൈവം തരുന്നതാ. അതിനൊരു സമയമുണ്ട്. സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്താ, ഓക്കെ അല്ലേ? ഇപ്പോഴത്തെ ടെൻഷനൊക്കെ മാറിക്കോളും മാഡം. ഞങ്ങൾക്ക് ഇതിൽ കവിഞ്ഞ് ഒരു സന്തോഷവും ഇല്ല. ഇനി ഒരു 2 മാസം കഴിഞ്ഞു വരണം. പിന്നെ നല്ല കെയറിങ് വേണം. ഞാനതൊന്നും പറഞ്ഞു തരണ്ടല്ലോ. എനിക്കറിയാം ഡോക്ടർ, ഞാനും ഒരു അമ്മയല്ലേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളെ, പ്രഭേ, മനസ്സ് തുറന്ന് സന്തോഷിക്കേണ്ട ഈ സമയം നമുക്കതിന് കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ട് സന്തോഷിച്ചൂടാ? അവര് തമ്മിൽ പിരിയാതിരിക്കാൻ ദൈവം ചേർത്ത ഇഴയാണ് ഈ കുഞ്ഞ്. എല്ലാം നല്ലതിനു വേണ്ടിയാ, നല്ലതിനു വേണ്ടി മാത്രം. വാ. ഞാൻ ചേച്ചിയോട് പോയി എല്ലാം ഏറ്റു പറയാം. ഞാനായിട്ട് നിങ്ങളുടെ ജീവിതം ഒരിക്കലും തകർത്ത് കളയില്ല. ഓർമ്മപ്പിച്ചതിന്റെ പേരില് എന്റെ ഭാര്യ ചമഞ്ഞ് ജീവിച്ചവളല്ലേ നീ?
നീ ചെന്ന് പറഞ്ഞ സ്വാതിക്ക് ഇപ്പോഴുള്ള സംശയം തീർന്നു കിട്ടും. പക്ഷെ അതോടെ എന്റെ മനസ്സിലെ നേരിയ പ്രതീക്ഷയില്ലാതാവും. നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. കൊള്ളാം, നിനക്കതിന്ന് രക്ഷപ്പെടാം. നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് സ്വാതി ആപത്തിലായപ്പോ രക്ഷിച്ചത് നീ. ചേച്ചിക്ക് വേണ്ടി മരിക്കാനും തയ്യാറെടുത്ത് നിൽക്കുന്നവൾ. അതെ, നീ ആഗ്രഹിച്ചാൽ നടക്കും. സ്വാതി നിന്നെ കുറ്റപ്പെടുത്തില്ല. പറയാൻ ഒരുപാടുണ്ടല്ലോ നിനക്ക്. ചേച്ചിക്ക് വേണ്ടി ശയന പ്രദർശനം മുതൽ അഖണ്ഡ ജ്യോതി വരെ അങ്ങനെ നീണ്ടു കിടക്കല്ലേ. എന്റെ കാര്യോ, നിന്റെ ഭർത്താവിനെ അവൾ അന്വേഷിച്ച് നടക്കുമ്പോ ചതിയനെ പോലെ ഞാൻ നിന്നു. സത്യസന്ധനായിട്ട് ചമഞ്ഞു നിന്ന് ഞാൻ അവൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പല വിധത്തിൽ ശ്രമിച്ചു. അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടെത്തുന്നതില് എനിക്ക് താല്പര്യം ഇല്ലാന്ന് വരെ അവൾ എന്റെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തി. ഞാൻ സഹകരിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോ അവൾ എന്നോട് അതേപ്പറ്റി പറയാതെ സ്വന്തം വഴിക്കായി അന്വേഷണം. ഒരു വഞ്ചകനെ പോലെ എനിക്ക് അവളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു. ഇപ്പൊ നീ ചെന്ന് അവൾക്ക് മുമ്പിൽ കുമ്പസരിച്ച നിനക്ക് പാപമോക്ഷം കിട്ടും. എനിക്കോ? എനിക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം ഡിവോഴ്സ് നോട്ടീസ് ആവും. അപ്പോഴേ നിനക്ക് തൃപ്തിയാവും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എന്റെ ഉള്ള സമാധാനം കെടുത്തതേ ഇവിടെ നിന്ന് പോയി തരാവോ? സഞ്ജു, നീ ഇത്രയും പരുഷവാക്കുകൾ അവളോട് പറയാൻ പാടില്ലായിരുന്നു. നീ അവളെ രക്ഷിച്ചു എന്നത് ശരിയാ, പക്ഷെ എന്ത് തെറ്റാ അവൾ നിന്നോട് ചെയ്തത്? ഒരെണ്ണമെങ്കിലും നിനക്ക് പറഞ്ഞു തരാവോ? അവളുടെ കൈയും കാലും കെട്ടി ഈ വീട്ടിലിട്ടത് നീയാ. നിനക്ക് വേണമെങ്കിൽ അമ്മന് എന്തെങ്കിലും ജോലി വാങ്ങിക്കൊടുത്ത് ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റി നിർത്താമായിരുന്നു. നീ അത് ചെയ്തോ? അവൾ സ്വയം ഇറങ്ങി തിരിച്ച് ഒരു ജോലി കണ്ടെത്തി മൂന്നാറിലേക്ക് പോയപ്പോ അവളെ നീ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു. മനയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയപ്പോ അവിടെ വിലങ്ങ് തെടിയായി നീ ചെന്നു. എന്നിട്ടും പഴി അവൾക്ക്. ആദ്യം താലി കെട്ടിയ പെണ്ണിനെ ഭാര്യയ്ക്കൊപ്പം ഒരു വീട്ടിൽ താമസിപ്പിച്ചാൽ ഇങ്ങനൊരു അപകടം വരുമെന്ന കാര്യം നീ എന്താ അറിയാതെ പോയത്? മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ടു പോയപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എല്ലാം എനിക്കറിയാം അപ്പച്ചി. തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാ തെറ്റുകാരൻ. അവളെ കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല. നീ വന്ന് ഭക്ഷണം കഴിക്ക. അപ്പച്ചിനെ നിർബന്ധിക്കരുത് പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.